സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവൃത്തി സമയം കൂട്ടുന്നു. സാധാരണ മദ്യനയത്തിന്റെ ഭാഗമാണ് ഇത്തരം പരിഷ്കാരങ്ങൾ മാറ്റങ്ങൾ കൊണ്ടുവരാറുള്ളത്. പക്ഷേ ഇപ്പോൾ സർക്കാർ അത് മദ്യനയത്തിന്റെ ഭാഗമായി അല്ലാതെ തന്നെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. വിജ്ഞാപനം പ്രിന്റിംഗുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. സംസ്ഥാനത്ത് നിലവിൽ ബാറുകളുടെ പ്രവൃത്തി സമയം സാധാരണ 11 മുതൽ രാത്രി 11 വരെയാണ്. ടൂറിസം കേന്ദ്രങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതിന് ഇളവ് നൽകിയിരുന്നു. അത് ടൂറിസം കേന്ദ്രങ്ങളിൽ 10 മുതൽ 12 വരെ എന്ന നിലയിൽ അവിടെ പ്രത്യേക ഇളവ് നൽകി സർക്കാർ നേരെ തീരുമാനമെടുത്തിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ എല്ലായിടങ്ങളിലും ബാറുകളുടെയും ബിയർ ആൻഡ് വൈൻ പാർലറുകളുടെയും പ്രവൃത്തി സമയം 2 മണിക്കൂർ ദീർഘിപ്പിക്കുന്നത്. രാവിലെ 11 തുറക്കുന്ന ബാറുകൾ ഇനി മുതൽ 10 മണിക്ക് തുറക്കും. 11 രാത്രി അടയ്ക്കുന്ന ബാറുകൾ 12 മണി വരെ പ്രവർത്തിക്കും. ഇതിന് വിശദീകരണമായി എക്സൈസ് വകുപ്പ് പറയുന്നത് ഇപ്പോൾ ടൂറിസം കേന്ദ്രങ്ങളിൽ ബാറുകൾ 10 മുതൽ 12 വരെ പ്രവർത്തിക്കുമ്പോൾ അതിനോട് ചേർന്ന പ്രദേശങ്ങൾ, അതായത് ഉദാഹരണത്തിന് മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിൽ ടൂറിസ്റ്റ് പ്രദേശങ്ങൾ നോട്ടിഫൈ ചെയ്ത പ്രദേശങ്ങൾ അത് 10 മണിക്ക് തുറക്കുകയും 12 പ്രവർത്തിക്കുകയും ചെയ്യും. തൊട്ടടുത്ത പ്രദേശങ്ങൾ ഒരുപക്ഷെ ഒരു റോഡിന് അപ്പുറമാകാം. ആ പ്രദേശങ്ങളിൽ ബാറുകൾക്ക് 1 മണിക്കൂർ വൈകി മാത്രമേ തുറക്കാൻ കഴിയുകയുള്ളൂ. ഇതൊരു ആശയക്കുഴപ്പത്തിനും പലപ്പോഴും തർക്കങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ ബാറുകളുടെ പ്രവൃത്തി സമയം ഏകീകരിക്കുകയാണെന്ന സർക്കാരിന്റെ വാദം. മൈസ് ടൂറിസമുള്ള കേന്ദ്രം, അതായത് മീറ്റിംഗുകൾ, മാരേജുകൾ, അതുപോലെ തന്നെ കോൺഫറൻസുകൾ, എക്സിബിഷൻ തുടങ്ങിയ നടക്കുന്ന നോട്ടിഫൈഡ് ടൂറിസം കേന്ദ്രങ്ങൾ, ഇവിടങ്ങളിൽ കൂടുതൽ ഇളവ് സർക്കാർ നൽകുകയാണ്. അതായത് ആ പ്രദേശങ്ങളിൽ പ്രത്യേക ലൈസൻസ് എടുത്താൽ പ്രത്യേക ഫീസ് 5 ലക്ഷം രൂപ ഫീസ് അടച്ചാൽ പുലർച്ചെ 3 വരെ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാം, 5 സ്റ്റാർ ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാമെന്നൊരു ഇളവ് കൂടി. പ്രത്യേകിച്ച് കോവളം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി 5 സ്റ്റാർ ഹോട്ടലുകളുണ്ട്. അവിടെയൊക്കെ പുലർച്ചെ 3 വരെയും ബാറുകൾക്ക് തുറന്ന് പ്രവർത്തിക്കുന്ന അനുമതിയാണ് സർക്കാർ ഇതിലൂടെ നൽകുന്നത്.